ആവറേജ് വാല്യൂ ഓഫ് ഇ എം എഫിൻ്റെ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് സാധാരണ ഒരു ടൈം വേരിയിങ് ഫംഗ്ഷൻ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ടൈം മാറുന്നതനുസരിച്ച് ഫംഗ്ഷൻ്റെ വാല്യൂ മാറുമെങ്കിൽ അത്തരം ഫംഗ്ഷൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷനുണ്ട്. അപ്പം അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: എഫ് എ വി ടൈമിലുള്ളൊരു ഫംഗ്ഷൻ ആണെന്ന് കാണിക്കാം, ബ്രാക്കറ്റിൽ ടൈം കൊടുക്കുന്നു. ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2π എഫ് ഓഫ് ടി ഡി ടി ഡിവൈഡ് ബൈ ഇൻ്റഗ്രൽ 0 to 2π ഡി ടി. ഇതിനെ നമുക്ക് വേറെ രീതിയിൽ എഴുതാം. കാരണം ഈ 0 to 2π എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സർക്കിൾ, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് സൈൻ വേവ്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് കോസ് വേവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇത് ഡിനോമിനേറ്റർ നമുക്ക് സോൾവ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും: 1/2π എന്ന് കിട്ടും. ഇൻ്റഗ്രൽ 0 to 2π എഫ് ഓഫ് ടി ഡി ടി. ഇതൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ്. ഇത് നമ്മൾ സാധാരണ പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നതാണ്. ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ ആവറേജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പോകാൻ. ഓക്കെ, ഇത് വായിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് പോകുന്നത്. അപ്പോൾ അതിന് ആവറേജ് എടുക്കുമ്പോഴത്തേക്ക് പോസിറ്റീവ് ഹാഫും നെഗറ്റീവ് ഹാഫും കൂടെ ചേരുമ്പോൾ 0 ആയിപ്പോൾ. അപ്പോൾ നമ്മൾ ആവറേജ് എടുക്കാൻ ഉപയോഗിക്കുന്നത് ഇവിടുന്ന് ഇവിടം വരെ, ഇവിടെ 0 മുതൽ പൈ വരെയാണ് ആവറേജ് എടുക്കുന്നത്. അപ്പോൾ ആവറേജ് വാല്യൂ നമ്മൾ ഐ ആവറേജ് എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഹാഫ് സൈക്കിൾ ആയതുകൊണ്ട് 1/π 0 to π. കറണ്ട് നമ്മളിപ്പം ഇ എം എഫ് ആണ് എടുക്കുന്നതെങ്കിൽ ഇ എം എഫ് E0 ഈസിക്കൽ ടു E0 സൈൻ ഒമേഗ ടി. ഓക്കെ, E0 സൈൻ ഒമേഗ ടി ഡി ടി. അപ്പം ഇത് നിങ്ങൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 2E0/π നമുക്കത് സോൾവ് ചെയ്യാൻ കിട്ടുന്നതാണ്. ഇതാണ് ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ്. ഇൻ്റഗ്രേഷൻ്റെ പാർട്ടിലേക്ക് പോകുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതുന്നേ ഉള്ളൂ. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്.